മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉറക്കം നടിക്കുന്നവർ ദയവായി ഇത് കേൾക്കണം. ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതെല്ലാ ആസ്പെക്ട്സും കൂടെ കയറി വരുമ്പോഴത്തേക്കാണ് ഈ ടെക്ടോണിക് മൂവ്മെന്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സംഭവമുണ്ട്. അതും ഈ ഭൂമിക്കടിയിൽ നമ്മൾ നിൽക്കുന്ന കരഭൂമിക്കടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അത് ടെക്ടോണിക് മൂവ്മെന്റ് എന്ന് കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, ആമയും മുയലിനെ കഥ പറഞ്ഞ ആമ പോകുന്ന പോലെ ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഉദാഹരണങ്ങൾ ഉണ്ടാണല്ലോ. അതിന്റെ കോൺസിക്വൻസ് കൊണ്ടാണ് നമ്മളിപ്പോൾ കേരളത്തിന്റെ പടിഞ്ഞാറ് വശത്തെ അറബിക്കടൽ മുഴുവൻ കൊണ്ട് കയറി പതുക്കെ വരുന്നത്. മറ്റേ നമുക്കത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞല്ലോ, ഓരോ ഭൂമി തീർന്നുകൊണ്ടിരിക്കുകയല്ലേ, കടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. 129 വർഷം കഴിഞ്ഞെങ്കിലും മുല്ലപ്പെരിയാർ ഡാമിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് പൊട്ടൻ കളിക്കുന്ന, ജനങ്ങളെ പൊട്ടൻ കളിപ്പിക്കുന്ന കേരളത്തിലെ സംവിധാനങ്ങൾ ഉണരേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ്. KSEBയിൽ നിന്നും വിരമിച്ച ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത്, ഞങ്ങൾ മുല്ലപ്പെരിയാറിൽ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞു പോകും, അവിടെ 2-3 ദിവസം താമസിക്കും, അല്പം മ്ലാവിറച്ചിയും വാട്ടീസും ഒക്കെ അടിച്ച് അടിപൊളിയായിട്ട് തിരിച്ചു പോരും, ഡാമിൻ്റെ പരിസരത്ത് പോലും പോകാതെ ഒരു റിപ്പോർട്ടും അങ്ങ് കൊടുക്കും. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. മുല്ലപ്പെരിയാർ അപകടാവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നറിയാമായിരുന്നിട്ടും പറയുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നോർത്ത് മിണ്ടാതിരിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുണ്ട് ഈ നാട്ടിൽ. ITV ന്യൂസ് സേവ് കേരള മൂവ്മെന്റ് ആരംഭിച്ചപ്പോൾ ഇതിൽ പലരും അവരുടെ ആശങ്കകൾ പങ്കുവയ്ക്കുവാനായി ഞങ്ങളെ വിളിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ജനങ്ങളും ഈ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രതികരണങ്ങൾ നൽകുന്നത്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കോട്ടയത്തു നിന്നും ശ്രീ എബ്രഹാം മാത്യു ആണ്. അദ്ദേഹം 35 വർഷത്തിലധികം ബ്രിട്ടീഷ് പെട്രോളിയം കമ്പനിയിൽ പ്രോജക്ട് മാനേജരായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള എക്സ്കവേഷനുകൾക്ക് നേതൃത്വം നൽകിയിരുന്ന അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം. കേരളത്തിന്റെ ഒട്ടുമുക്കാലും ഭാഗങ്ങൾ തീരുന്നതാണ് ഈ മുല്ലപ്പെരിയാർ ഡാം തുറന്നാലെന്നുള്ളത്. ഇപ്പം നമ്മളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന 4 ജില്ലകൾ ഈ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ ഇടുക്കി ഡാം ഉൾക്കൊള്ളാതെ വന്നു കഴിഞ്ഞാൽ ഇടുക്കി ഡാമും പൊട്ടി 4 ജില്ലകൾ കംപ്ലീറ്റ് ആയിട്ട് 40 ലക്ഷം ആൾക്കാരും അതിനോടെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ കൊച്ചിൻ എയർപോർട്ട് വരെയും പോകും. ഈ 4 ജില്ലകൾ മാത്രമല്ല, ഇത് കടലിൽ ചെന്നിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിയാക്ഷൻ ഇങ്ങോട്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അത് ഇങ്ങോട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ബ്രിട്ടീഷ് പെട്രോളിയത്തിലെ പ്രോജക്ട് മാനേജറായിരുന്നു. 35 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. റിട്ടയർ ആയിട്ടിരിക്കുന്ന ആളാണ്. അത് കൂടാതെ ഞങ്ങൾ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഡ്രില്ലിങ്ങിന്റെ സെക്ടറിലായതുകൊണ്ട് ഈ ജിയോളജിക്കലി ഒത്തിരി പഠനങ്ങൾ നമ്മൾ നടത്തിയിട്ടുള്ള ഈ സീസ്മിക് സർവേയും ഇലക്ട്രോണിക് ലോഗിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഭൂമിക്ക് അടിയിലോട്ട് പോകുമ്പോൾ ഓരോ ഫോർമേഷനെ കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുള്ള. അപ്പൊ ഈ ഫോർമേഷൻ നമ്മൾ സർഫസിൽ കാണുന്നതായിരിക്കുകയല്ല. താഴോട്ട് പോകുമ്പം ഈ ലാറ്ററൈറ്റ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് താഴോട്ട് ക്ലേ വന്നു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ താഴോട്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫോർമേഷനാണ് താഴോട്ട് പോകുന്നത്. നമ്മൾ ഓയിൽ അല്ലെങ്കിൽ ഗ്യാസ് കണ്ടെത്തുന്ന പോലെ പോകുമ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലെയേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. അപ്പൊ ഈ ഭൂമിയുടെ താഴോട്ട് പോകുന്ന ലെയേഴ്സിന് ഒത്തിരി ഡിഫറൻഷിയേഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് ചില ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോർമേഷനാണ്. ഞാൻ എന്തുകൊണ്ട് പെട്ടെന്ന് പറയാം. മൊബൈൽ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് സമയത്തും ഇത് മൂവ് ചെയ്തുകൊണ്ട് ഇരിക്കും. പതുക്കെയായിരിക്കും മൂവ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അത് നഗ്നനേത്രങ്ങൾ നോട്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് അത് പീരിയോഡിക്കലി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചേഞ്ചസ് നമുക്കറിയാം. പിന്നെ ഫോർമേഷൻ ഫോൾട്ടുകളുണ്ട്. ചില സ്ഥലങ്ങളിലെ ഈ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾട്ട് മീൻസ് ഇങ്ങനെ കട്ട് ചെയ്ത് ഫ്രാക്ചർ പോലൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതെല്ലാ ആസ്പെക്ട്സും കൂടെ കയറി വരുമ്പോഴത്തേക്കാണ് ഈ ടെക്ടോണിക് മൂവ്മെന്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സംഭവമുണ്ട്. അതും ഈ ഭൂമിക്കടിയിൽ നമ്മൾ നിൽക്കുന്ന കരഭൂമിക്കടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അത് ടെക്ടോണിക് മൂവ്മെന്റ് എന്ന് കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, ആമയും മുയലിനെ കഥ പറഞ്ഞ ആമ പോകുന്ന പോലെ ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഉദാഹരണങ്ങൾ ഉണ്ടാണല്ലോ. അതിന്റെ കോൺസിക്വൻസ് കൊണ്ടാണ് നമ്മളിപ്പോൾ കേരളത്തിന്റെ പടിഞ്ഞാറ് വശത്തെ അറബിക്കടൽ മുഴുവൻ കൊണ്ട് കയറി പതുക്കെ വരുന്നത്. മറ്റേ നമുക്കത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞല്ലോ, ഓരോ ഭൂമി തീർന്നുകൊണ്ടിരിക്കുകയല്ലേ, കടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാനീ പറഞ്ഞ കാര്യം ഇതൊക്കെ ഈ മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച്
ഓക്കെ, ഇതിനകത്ത് നമ്മളെ ഈ ഡാം പണിത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പറഞ്ഞു. അപ്പം വെള്ളം അവർക്ക് കൊടുക്കുന്ന വേണ്ടി ചെയ്തു. അതിന് ലൈഫ് പറഞ്ഞിരുന്നു. ആ ലൈഫ് ഈ ലോകത്തില്ലാത്ത ലൈഫാണ്. അതും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അന്നത്തെ കാലത്തെ ടെക്നോളജി എന്ന് പറയുന്നത് സിമെന്റ് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. അന്ന് ഈ സുർക്കി മിശ്രിതം കൊണ്ടാണ് ഇത് പണിതിരിക്കുന്നത്. അപ്പൊ അത് പല സാധനങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞിപ്പോൾ എല്ലാം ലീക്കാണ്. ലീക്കാകുമ്പോൾ ഈ മലയാളി നമ്മളെ കേരളത്തിലെ ആരെയും അവിടെ അടുപ്പിക്കത്തില്ല. ഈ തമിഴന്മാർ തന്നെ അവിടെ പോയി ഇതെല്ലാം കൂടെ സിമെന്റ് കൊണ്ട് പൊതിഞ്ഞു വെച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. അതിന് മുകളിൽ വെള്ളം പിന്നെ അത് പോകും. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യുന്ന പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം ഇങ്ങനെ 4 ജില്ലകൾ മാത്രമല്ല. അവിടെ എത്ര ലക്ഷം ആൾക്കാരുണ്ട്? 40 ലക്ഷത്തിന് മേലുള്ള ആൾക്കാർ. അതിന്റെ എല്ലാം പോവും. അപ്പൊ ഞാൻ ഈ പുതിയൊരു ഡാം പണിയുന്നതിലേക്ക് ഈ വർഷങ്ങളായിട്ട് ഇവിടെ ചർച്ച നടക്കുന്നതല്ലാതെ അതിന് യാതൊരു പ്രോഗ്രസും കാണുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ താങ്കൾക്കറിയാമല്ലോ, ഇവിടെ ഹൈറേഞ്ചിലെ ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ വിഷയത്തിലെ സത്യാഗ്രഹമൊക്കെ കിടന്ന് ഒരു അധ്യാപകനും കുറെ വൈദികരും നാട്ടുകാരുടെ കിടന്ന് അവസാനം അവർ തമിഴന്മാർ കയറി അടിച്ച് വലിയ വിവാദം ഉണ്ടാക്കുകയും ഇവിടുത്തെ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഗവൺമെന്റ് ആണെന്ന് തോന്നുന്നു അവർക്ക് യാതൊരു സപ്പോർട്ടും കൊടുത്തില്ല. കാരണം അതുപോലെ തന്നെ മലയാളികൾക്ക്, ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കുമാണ് കൂടുതലും ഈ തമിഴ്നാട്ടിലെ കമ്പം, തേനി അങ്ങോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏക്കർ കണക്കിന് തോട്ടങ്ങളൊക്കെയാണ്. അതെല്ലാം തമിഴ്മാർ കയ്യേറാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ സമരം ഒത്തുതീർപ്പ് വരുന്നു. മുല്ലപ്പെരിയാറിന്റെ വിഷയം അവിടെ കൂളായി. ഇത് നമുക്കിപ്പം നമ്മൾ തയ്യാറാണെന്ന് പറയുന്നു, വെള്ളം തമിഴ്നാടിന് കൊടുക്കാം, ഡാം പുതുക്കി പണിയണം. അതാണ് ഒറ്റ ഒരു ഡിമാൻഡേ ഉള്ളൂ. അവർക്ക് വെള്ളമല്ല വേണ്ടത്. അവരിപ്പം വെള്ളത്തിന് കിട്ടുന്ന വെള്ളം കൊണ്ട് ലോകത്തുകാരെ ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കുന്നുണ്ട്. വീണ്ടും വെള്ളം പോയി അങ്ങ് കമ്പം, തേനി, മധുര വരെ ലാസ്റ്റ് ഡ്രോപ്പിൽ എവിടെ ചെല്ലുന്നു നിൽക്കുന്നു എന്നുള്ളത് ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുള്ളതാണ് ഈ വെള്ളത്തിന്റെ. അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇത്രേ ഉള്ളൂ. ഇപ്പോ കേരളത്തിന്റെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നോ തമിഴ്നാട്ടിലേക്ക് വെള്ളം പോകുന്നത് പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴിയാണ്. കണ്ടിട്ടില്ലേ? കൊമള ഇങ്ങോട്ട് ചെല്ലുമ്പോൾ താഴോട്ട് പൈപ്പ് പോയിരിക്കുന്നത്. അതെ. അപ്പൊ അവർക്ക് ആവശ്യം ഉള്ള വെള്ളം മാത്രമേ അവരെ ആവശ്യത്തിനനുസരിച്ച് അങ്ങോട്ട് എടുക്കുന്നു. കാരണം അവർക്ക് തമിഴ്നാട്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇവിടുന്ന് കുറച്ചെടുക്കും. അപ്പൊ ഇവിടെ അന്നേരം സർപ്ലസ് ആവും, ലെവൽ ഉയരും, നമ്മുടെ ഭീഷണി കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ അതിനൊരു സംഭവം ഉണ്ടാക്കണമെങ്കിൽ ഇവര് തമിഴ്നാടുകാരെ താഴെ, ഇപ്പൊ ഓൾറെഡി അവർക്കൊരു ചെക്ക് ഡാം ഉണ്ട് ലോവർ പെരിയാറ്. അത് കഴിഞ്ഞിട്ട് ഇവർ ഇതുപോലെ താഴോട്ട് പോയിട്ട് ഡാമുകൾ പലതുണ്ടാക്കി നമുക്ക് ഈ പെൻസ്റ്റോക്ക് പൈപ്പ് വഴി വെള്ളം അതിന്റെ ക്വാണ്ടിറ്റി കൂടുതൽ നമ്മൾ റിലീസ് ചെയ്ത് ഈ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിനെ ഡ്രൈ ആക്കുക. അതിനകത്ത് കൂടുതൽ മണ്ണാണ് വന്ന് അടിഞ്ഞു കിടക്കുന്നത്, അതിന് മേളിലാണ് ഈ വെള്ളം. അപ്പം ഇത് ഒരു രീതിയിൽ ഇത് കാലിയാക്കി കഴിഞ്ഞാൽ നമുക്ക് സുരക്ഷിതമായിട്ട് താഴെ ഒരു ഡാം പണിത് ഒരു ജോയിന്റ് സെക്ടറിലോ അല്ലെങ്കിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രം ഇടപെട്ടോ തമിഴ്നാടും കേരള സ്റ്റേറ്റുകളും സംബന്ധിച്ച് ഒരു തീരുമാനത്തിലെത്തി. ഓൾറെഡി ആ ലൊക്കേഷൻ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം പരിസ്ഥിതി ദുരിത പ്രദേശമാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ഡാം പണിതിട്ട് നമുക്ക് നല്ല ഇപ്പോഴത്തെ കാലത്ത് ഒരു പർട്ടിക്കുലർ ഏജ് അതിന് വെച്ചുകൊണ്ട് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കി വെള്ളം അവർ കൊടുക്കാം. നമുക്ക് നമ്മുടെ ജീവനല്ലേ വേണ്ടത്. ജീവനത്തിൽ നഷ്ടപ്പെട്ട് കേരളം എന്ന് പറയുന്നത് ഈ പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ വിചാരിക്കുന്നില്ല. കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാപ്പിന് ഇത് കാണത്തില്ല. ഇത് നമുക്കറിയാമല്ലോ, 2018 ഇവര് ബുദ്ധിമോശം കാണിച്ച് ഡാമുകളെല്ലാം ഒരുമിച്ച് തുറന്നു വിട്ട് കേരളം സെയിം ലൈക്ക് അറേബ്യൻ ഓഷ്യൻ, അറബിക്കടൽ പോയി. ഇവന്മാരൊക്കെ ഇപ്പം മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവർക്കൊക്കെ ഓരോ സ്ഥാപിത താല്പര്യങ്ങൾ അതാ ഞാൻ പറഞ്ഞത്. ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ കോടികൾ ഉണ്ടാക്കി ഈ ലെവലില്. തമിഴ്നാട്ടിൽ ഭയങ്കരമായിട്ട് കള്ളപ്പണം കിട്ടുന്നതും കൈക്കൂലി കിട്ടുന്നതെല്ലാം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കല്ലേ ഇവരെ. അതുണ്ട്. പിന്നെ ഇവിടെ ഇവരൊക്കെ വിചാരിക്കുന്നത് ഈ 4 സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം സേഫ് ആയിരിക്കും, അങ്ങനെയൊക്കെ എന്നുള്ള മിഥ്യാധാരണയത്. വയനാട്ടിൽ എന്താ സംഭവിച്ചു? വയനാട്ടിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഈ ടെക്ടോണിക് മൂവ്മെന്റിന്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. മൊബൈൽ ഫോർമേഷന്റെ വന്നിട്ട് അവിടെ ഈ വെള്ളം കിട്ടിക്കിടന്ന് അത് പ്രഷറൈസ് ആയി കഴിയുമ്പോഴത്തേക്ക് ഏതൊരു പ്രഷറും അത് ഏതിലേക്കൂടി ഏതും റിലീസ് ചെയ്യാനാണ് നോക്കുന്നത്, അല്ലേ? ഇപ്പം നമ്മൾ സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പ്രഷർ കുക്കർ വീട്ടിൽ വെച്ചു, അതിന് മീറ്റ് വെച്ചു, അത് വേവിച്ചു, അത് കഴിഞ്ഞ് അതിനകത്തെ പ്രഷർ മേളിൽ കൂടെ വാൽ വഴിയിൽ പോകുന്നു. അപ്പൊ നമ്മൾ വാൽവ് ലോക്ക് ചെയ്ത് കഴിഞ്ഞ് വെയിറ്റ് ഇട്ട് കഴിയുമ്പോഴല്ലേ ആ പ്രഷറോടെ നിൽക്കുകയും ഇത് വേഗത്തിൽ പാചകം ചെയ്യപ്പെടുകയും ചെയ്യുന്നത്.
അതെ. അത് കഴിഞ്ഞാലും നമുക്ക് അതിനകത്ത് പ്രഷർ റിലീസ് ചെയ്യണമെങ്കിൽ വാൽവ് പതുക്കെ 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 പൊക്കി വിട്ടാലല്ലേ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഈ ഇതുണ്ടായിരിക്കുന്നത് ഒരു ചെറിയ ഉറവിടത്തിൽ നിന്നും ഉണ്ടായി. ആ വെള്ളത്തിന്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ശക്തി, ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല അതെങ്ങനെയാ പോകുന്നുള്ളത്. ലോകത്തിന്റെ ഭൂമിയുടെ 4 ഭാഗവും വെള്ളമാണല്ലോ. നമ്മളിപ്പം ഉരുണ്ടിരിക്കുന്ന ഒരു ഫുട്ബോൾ പോലെയാണല്ലോ ലോക ഭൂമി എന്ന് പറയുന്നത്. അത് ഭൂമി എന്ന് പറഞ്ഞതാണ്. അതിനകത്ത് വെള്ളം, കടലുകൾ കെട്ടിക്കിടക്കുന്നതിന്റെ 4 വശങ്ങളും കരഭൂമി ഉള്ളത് കാരണം മാത്രം ആ കടലായിട്ട് ആ വെസലിൽ ഉൾക്കൊണ്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഏത് സമയത്തും എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ ഈ ബ്രിട്ടീഷ് പെട്രോളിയത്തിൽ ജോലി ചെയ്ത 35 ദിവസമായി. ഞാനൊരു ഇന്ത്യക്കാരനാണ്. നമ്മുടെ ബേസിക്കലി നമ്മൾ കറുത്ത തൊലിക്കാരെന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ. പക്ഷേ എൻ്റെ താഴെ സബോർഡിനേറ്റ്സായിട്ട് ജോലി ചെയ്ത അമേരിക്കക്കാരുണ്ട്, ബ്രിട്ടീഷുകാരുണ്ട്, ഫ്രാൻസിൽ നിന്നുള്ളവരുണ്ട്, റുമേനിയൻസ് ഉണ്ട്, പിന്നെ ലോകത്തിന്റെ ഒട്ടുമുക്കാലും ഭാഗങ്ങളിൽ നിന്നുള്ള നാഷണാലിറ്റീസ് ഉണ്ടായിരുന്നു. 2500 പേരോളം താഴെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന ജോലിക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലോറേഷനും ആ ഒരു ടെക്നിക്കൽ സൈഡിൽ കൂടെ പ്യൂർലി ഉള്ളതാണ്. അപ്പൊ എൻ്റെ ഒരു എബിലിറ്റി അല്ലെ കാലിബർ കണ്ടിട്ടാണ് ഈ ബ്രിട്ടീഷ് പെട്രോളിയം എന്ന് പറയുന്നൊരു കമ്പനി എന്നെ ആ സ്ഥാനത്തുകൊണ്ട് പ്രതിഷ്ഠിച്ചത്. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാ. കാരണം നമ്മുടെ സഹോദരങ്ങൾ 1ഉം 2ഉം അല്ല, 10-40 പേരുടെ ജീവൻ വെച്ചിട്ടാണ് ഈ പന്നന്മാര് കടന്ന് കളിക്കുന്നത്. അന്നേരം അതുകൊണ്ട് ഈ ഒരു ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ഒന്നും നമുക്ക് ഇനിയും പറ്റത്തില്ല. പറ്റാവുന്ന രീതിയിൽ നമ്മൾ ശക്തമായ ഒരു മൂവ്മെന്റ് ആയിട്ട് തന്നെ കൊണ്ടുവന്ന് പൊതുജനങ്ങളെ അവബോധം വരുത്തി നമുക്ക് ഇതിനെതിരെ അവരെ കൊണ്ടുവരണം. താങ്കൾക്കറിയാമല്ലോ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓയിലിംഗ് ഗ്യാസ്. അപ്പം അതിനകത്ത് ആ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് ഉയർന്ന സാലറി എല്ലാവർക്കും കിട്ടുന്നത്. കാരണം റിസ്കിലാണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത്. യു ടേക്ക് മോർ റിസ്ക് യു വിൽ ഗെറ്റ് മോർ മണി എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വേറൊരു പ്രത്യേകത നമ്മൾ ഈ സെക്ടറിലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് സേഫ്ലി എന്നുള്ളതാണ്. ഏതൊരു അൺസേഫായിട്ട് ആക്ടോ കണ്ടീഷനോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ക്ലിയർ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് താഴെ ജോലി ചെയ്യുന്നവരെയും ഒരു പ്ലാന്റ് സ്റ്റോപ്പ് ചെയ്യാനുള്ള അധികാരമുണ്ട്. കാരണം അവൻ എന്തെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ കണ്ണെത്താത്ത സ്ഥലമായിരിക്കാം. അവൻ കണ്ടപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അത് ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് മുമ്പ് മേ ബി അത് എത്രയോ മില്യൺസ് ഓഫ് ഡോളറിന്റെ നഷ്ടം ആ കമ്പനിക്ക് ഉണ്ടാകുന്നെങ്കിലും കമ്പനി അതല്ല ചിന്തിക്കുന്നത്. കമ്പനി ചിന്തിക്കുന്നത് സേഫ്റ്റിയെ കുറിച്ചാണ്. ആ ഒരു ചിന്താഗതിയിൽ ആ ഒരു ഇതിൽ വർക്ക് ചെയ്ത് വന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പരിചയമുള്ളതുകൊണ്ടാണ് ഞാനിപ്പം താങ്കളെ വിളിച്ചതും എന്നെ ഇംപ്രസ് ചെയ്തത്. ഇന്നലെ രാത്രി ഞാൻ ഇത് കണ്ടപ്പോഴത്തേക്ക് ഇതൊക്കെ തന്നെ ഇപ്പം മുല്ലപ്പെരിയാറുടെ കാര്യത്തിൽ നടക്കുന്ന ഇതൊക്കെ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.